എടുക്കുകയാണെങ്കിൽ പ്രീമിയം കാർസ് തന്നെ എടുക്കണം അല്ലേ? അത് വേണം. ഒരുപാട് ഇന്ത്യൻസ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് സ്വന്തമായിട്ടൊരു പ്രീമിയം കാർ മേടിക്കാനാണ്. അപ്പോൾ എന്താണ് പ്രീമിയം കാർ? 50 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പ്രൈസ് വരുന്ന കാർസിനെയാണ് നമ്മൾ പ്രീമിയം കാർസ് എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയിലെ ആവറേജ് കാർ പ്രൈസിനേക്കാൾ 335% കൂടുതലാണ് പ്രീമിയം കാർസിൻ്റെ പ്രൈസ് വരുന്നത്. നമുക്കൊരു മേജർ പ്രീമിയം കാർ പ്ലെയറായ മെർസിഡീസിൻ്റെ കാര്യം എടുക്കാം. അവരവരുടെ ബെസ്റ്റ് ബിസിനസ് നടത്തിയ വർഷമായിരുന്നു 2024, വിത്ത് മോസ്റ്റ് ഓഫ് ദർ ഡിമാൻഡ് ഫോക്കസ്ഡ് ഓൺ ദർ ടോപ്പ് മോഡൽസ്. ഓവറോൾ കാർ ഇൻഡസ്ട്രിയുടെ മാർക്കറ്റ് ഷെയറിൽ 7.5% ഇൻക്രീസ് ആണ് മെർസിഡീസിന് വന്നിട്ടുള്ളത്. ഇൻട്രസ്റ്റിംഗ്ലി നോൺ പ്രീമിയം കാർ സെല്ലേഴ്സിന് ഇന്ത്യയിൽ ഒരു സിഗ്നിഫിക്കൻറ്റ് ഗ്രോത്ത് വന്നിട്ടുമില്ല. 2024 ഡേറ്റ് എടുത്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ പ്രീമിയം കാർസിൻ്റെയും മാർക്കറ്റ് ഷെയർ കൂടിയിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് കാർ സെല്ലേഴ്സിൻ്റെ കുറയുകയും ചെയ്തു. ഇൻഫാക്ട് ഈ സ്ലോ ഡൗൺ കാരണം എൻട്രി ലെവൽ കാർസായ ക്വിഡിൻ്റെ ഓൾട്ടോൻ്റെ ഒക്കെ മാർക്കറ്റ് കുത്തനെ ഇടിഞ്ഞു, എസ്പെഷ്യലി ഇൻ അർബൻ ഏരിയാസ്. ഇന്ത്യയിലെ മില്യനേഴ്സിൻ്റെ എണ്ണം കൂടുന്നത് ഇതുമായിട്ട് കോറിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കറന്റ് ഇന്ത്യയിൽ 8.68 lakh മില്യനേഴ്സ് ഉണ്ട്. ബൈ 2028 22% ഇൻക്രീസ് ആണ് എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഏത് കാർ എടുക്കാൻ പോകുന്നത്? ലെറ്റ് us know in the comments.